കരിപ്ര ശ്രുതിലയ കലാക്ഷേത്രത്തിൻ്റെ നൃത്താഞ്ജലി 2014. അത് ആസ്വദിക്കാൻ എത്തിയ എല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുന്നു. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. അടുത്തതായി ശ്രുതിലയ കലാക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്ന പാർവതി AR, അജിത സജീവ്, അതുല്യ രതീഷ്, ഹിമരാജ്, ഹിതരാജ്, ലക്ഷ്മി അരവിന്ദ്, അഞ്ജലി മുരളീധരൻ, നന്ദന വി, രാഗേന്ദു RS, ശിവകീർത്തന K, പാർവതി G ശങ്കർ, അഭിരാമി U, ബിനു മോൾജി, ആർഷ IS എന്നീ കുഞ്ഞു നർത്തകികളുടെ അരങ്ങേറ്റം കുറിക്കുന്ന ചടങ്ങിലേക്കുള്ള ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നടരാജൻ സാർ അവരെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നൃത്താഞ്ജലി 2014 നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം തുടങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് S ശിവപ്രസാദ് അവരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അർപ്പിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി P രാജേന്ദ്രപിള്ള, കോളേജ് ഓഫ് മാത്സ് കുഴിമതിക്കാട്, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി MR രാജേന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥന. ശ്രുതിലയ കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ശ്രുതിലയ കലാകേന്ദ്രത്തിന്റെ നൃത്താഞ്ജലി 2014. കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രുതിലയ കലാകേന്ദ്രത്തിൽ ശ്രീമാൻ മയിലോട് അമൃതലാലിൻ്റെ നൃത്ത ശിക്ഷണത്തിൽ അഭ്യസിച്ച ഈ നാട്ടിലെ കൊച്ചു കലാകാരിമാരായ കുമാരിമാർ പാർവതി AR, അഭിജ സജീവ്, അതുല്യ രതീഷ്, ഹിമരാജ്, ഹിതരാജ്, ലക്ഷ്മി അരവിന്ദ്, അഞ്ജലി മുരളീധരൻ, നന്ദന V, രാഗേന്ദു RS, ശിവകീർത്തന K, പാർവതി G ശങ്കർ, അഭിരാമി U, ബിനുമോൾ G, ആർഷ IS എന്നീ കുരുന്നു കലാകാരികളുടെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ ചടങ്ങിൽ അടുത്തതായി സ്വാഗതം ആശംസിക്കുക എന്നതാണ്. അതിലേക്ക് ശ്രുതിലയ കലാകേന്ദ്രത്തിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഗാനപ്രവീൺ കരീപ്ര R. അജയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട വേദിയിലെ അധ്യക്ഷൻ ശ്രീ ആർ നടരാജൻ സാർ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന്, അതായത് നൃത്തോത്സവം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് എത്തിച്ചേർന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ എസ് ശിവപ്രസാദ്, ആശംസകൾ അർപ്പിക്കുന്നതിനെത്തിയ ശ്രീ രാജേന്ദ്രപിള്ള സാർ, അതുപോലെ കൃതജ്ഞതയുള്ള എം ആർ രാജേന്ദ്ര സാർ, ബഹുമാനപ്പെട്ട ഈ രക്ഷകർത്താക്കൾ, കലാ ആസ്വാദകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുവാണ്. കാരണം പ്രോഗ്രാമിന് സമയമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 2009 ഏപ്രിലാണ് ശ്രുതിലയ കലാക്ഷേത്രം എന്ന സ്ഥാപനം അതിന് തുടക്കമായത്. അതിന് പ്രധാന കാരണം, ഞാൻ SLC പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സംഗീതം, മൃദംഗമാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചത്. പഠിക്കുന്നതിന് വേണ്ടി ഞാൻ RLB തൃപ്പൂണിത്തുറ കോളേജിൽ പോയാണ് പഠിച്ചത്. കാരണം അന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികൾ, വളർന്നു വരുന്ന കലാകാരന്മാർക്കും അങ്ങ് ഒരു പാഠം പറഞ്ഞു കൊടുക്കാനോ അന്ന് ഇവിടെ അധ്യാപകരില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനമില്ല. അതുകൊണ്ട് തൃപ്പൂണിത്തുറ, പിന്നെ തിരുപ്പൂണിത്തുറത്ത് പഠിച്ചു, പിന്നെ തിരുവനന്തപുരത്തൊക്കെ പോയി. ഇതിൻ്റെ ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിൽ ഇനി കരീപ്രയിൽ വരുന്ന ഒരു വലിയൊരു തലമുറ കലാരംഗത്ത്, കരീപ്രയ്ക്ക് പ്രശസ്തിയുണ്ട് എങ്കിൽ പോലും ഇനിയും വളരെ ഉന്നതിയിലെത്താൻ വേണ്ടി കലാകാരന്മാർ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാട്ടിലെ കലാകാരന്മാരെ കൂടെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് അതിൻ്റെ പിന്നിൽ ഒരുപാട് പേർ പ്രോത്സാഹനമുണ്ടായിരുന്നു, നാട്ടുകാരുടെ ഒരു പ്രോത്സാഹനമുണ്ട്, എല്ലാവരെയും കൂടെ സഹകരണത്തോടാണ് തുടങ്ങിയിരിക്കുന്നത്. അയർക്കാട് മഹാവിഷ്ണു ക്ഷേത്രമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞത് ഭഗവാനാണ് യഥാർത്ഥ ഈ സ്ഥാപനത്തിന് എനിക്ക് എല്ലാ കരുത്തും തന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ടാണ് ശ്രുതിലെ കലാക്ഷേത്രം എന്ന് പേരിടാനും, അതുപോലെ തന്നെ അന്നത്തെ ഇവിടുത്തെ മേൽശാന്തിയായിരുന്ന ശ്രീ വിഷ്ണു നമ്പൂതിരിയെ വിളിച്ചാണ് ഞാൻ ഈ സ്ഥാപനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതുകൊണ്ട് വളരെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഈ കൃത്യമായി ഈ സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോകുന്നു. പിന്നെ ഒരുപാട് വിഷയങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഇപ്പോഴും അത് കൊണ്ടുപോവാണ്. ഇന്ന് തന്നെ രക്ഷകർത്താക്കൾ എല്ലാവരുടെയും നല്ലൊരു സഹകരണവും നാട്ടുകാരും നല്ല പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എന്നും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. അതിനെല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും നമുക്കുണ്ട്. കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയം പോയതുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യമായി സ്വാഗതം പറയുന്നത് ശ്രീ ആർ നടരാജൻ സാറാണ്. ഈ ക്ഷേത്രോപദേശ സമിതി പ്രസിഡൻ്റാണ്. സാറിൻ്റെ ഈ ശ്രുതിലെ അധ്യക്ഷൻ ശ്രീ ആർ നടരാജൻ സാറിനെ ശ്രുതിലെ കലാക്ഷേത്രത്തിൻ്റെ പേരിലും ഇവിടെ അധ്യാപകർ, വിദ്യാർത്ഥികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരും പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു കലാരംഗത്ത് എനിക്ക് ഇപ്പോഴും ഒരു വലിയൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് ശിവപ്രസാദ് സാറാണ്. സാറിൻ്റെ വലിയൊരു സേവനം, കാരണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ ഈ ശ്രുതിലെ കലാക്ഷേത്ര അധ്യാപക വിദ്യാർത്ഥികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഈ കലാരംഗത്ത് എനിക്ക് വളരെ ഉയർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ഈ പ്രസ്ഥാനം എങ്ങനെ നടക്കുന്നു എന്നുള്ള വലിയൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടുകാരൻ, നമ്മുടെ എല്ലാമായ ശ്രീ രാജേന്ദ്രപിള്ള സാറാണ്. കോളേജ് ഓഫ് മാത്സ് സാറിൻ്റെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, നാട്ടിൽ ആരെങ്കിലും പറയുമ്പോൾ നമുക്കിവിടെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാർ വലിയൊരു സഹകരണമാണ്. സാറിൻ്റെ ശ്രുതിലെ കലാക്ഷേത്രത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഈ തുടക്കം മുതലേ ഈ കുട്ടികളെ വളരെ
ഗംഭീരമായ രീതിയിൽ നൃത്തം അഭ്യസിപ്പിച്ചു. ഇന്ന് അരങ്ങേറ്റം നടത്തുന്ന അതിനു വേണ്ടി വളരെ പ്രയത്നിച്ച ഈ നൃത്താധ്യാപകനായ അമൃതലാൽ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഈ രക്ഷാകർത്താക്കളെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂളിലെ മറ്റൊരു അധ്യാപകനായ സംഗീത അധ്യാപകനെ നിങ്ങൾക്ക് പരിചയപ്പെടുവാണ്. ശ്രീ സന്തോഷ് ഗോപാൽ ഗാനപ്രവീണയെ കഴിഞ്ഞു. സംഗീതം ഇഷ്ടംപോലെ ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരുപാട് സംഗീതം ചെയ്തിട്ടുള്ള സന്തോഷ് കുമാർ സാറിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഈ വേദിയിൽ കൃതജ്ഞത പറയുന്നതിന് എത്തിച്ചേർന്ന നമ്മുടെ നാട്ടിലെ പ്രിയങ്കരന ശ്രീ M.R. രാജേന്ദ്രൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ അണിയറയിലെല്ലാം പ്രവർത്തിച്ച നമ്മുടെ ഈ അധ്യാപകരോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിനെ ഇത്രയും വളരെ വിജയമാക്കി തീർക്കുന്നതിന് വളരെ ശ്രദ്ധിച്ചത് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ്. അവരൊരു വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇത്രയും എത്താൻ കഴിഞ്ഞത്. അവർക്ക് എത്ര രീതിയിലുള്ള നന്ദി പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അവരെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിച്ച ഇവിടെ എത്തിച്ചേർന്ന അവരെല്ലാവരെയും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ ശ്രുതിലയ സംഗീത സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ പിന്നിൽ ഇവിടെ നിന്ന നാട്ടിലെ കലാ ആസ്വാദകരും കലാ സാംസ്കാരിക പ്രവർത്തകരുമായ എല്ലാ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരെയും ആരെങ്കിലും വിട്ടുപോട്ടില്ല ക്ഷമിക്കണം, എല്ലാവരെയും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും കലാ സാംസ്കാരിക സംഘടന എന്ന പേരിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നൃത്താഞ്ജലി 2014. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അതിലേക്ക് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീമാൻ R. നടരാജനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭക്തജനങ്ങളെ, രക്ഷിതാക്കളെ, ചെറിയ കലാകാരന്മാരെ, കലാകാരികളെ, ഇന്ന് ഈ കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെയും സംബന്ധിച്ച് ഒരു സുദിനമാണ്. ആ ദിനത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. പിന്നീട് വളരെ കുറച്ച് സമയം കൊണ്ട് ഈ പരിപാടി ഒതുക്കി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്കും അവരുടെ അധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അതായത് നന്ദിയും സ്നേഹ ആശസ്സുകളെന്ന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഇവിടെ അരങ്ങേറുന്ന കുട്ടികളുടെ ഔപചാരികമായ വിളക്ക് കത്തിക്കൽ ചടങ്ങാണ്. ആയതിലേക്ക് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശിവപ്രസാദ് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.